അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, നാം ഒരു പുതിയ വർഷത്തെ കാതോർത്തിരിക്കുകയാണ്. ലോകം മുഴുവനും ആ പുതുവർഷ ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള അണിയറകളും അതുപോലെ തന്നെ വേദികളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ മുഴുവൻ മനസ്സാഗ്രഹിക്കുന്നത് പുതുവർഷ പുലരിയിൽ അതിൻ്റെ ആഘോഷ പൊലിമയിൽ മദ്യവും മദിരാശിയും വേണ്ട പോലെ വാനോളം നുകർന്നുകൊണ്ട് ആസ്വദിക്കുവാനുള്ള ദിവസമാണ് പുതുവർഷം എന്നതാണ്. പുതുവർഷത്തെ ആഘോഷിക്കുവാനും അതിൻ്റെ ആശംസകൾ കൈമാറുവാനും തിരക്കിലാണ് ആളുകൾ. എന്നാൽ ഇവിടെ നാം ചില കാര്യങ്ങൾ അനുസ്മരിക്കേണ്ടതുണ്ട്. പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ ചിന്തിക്കേണ്ടത്, മനുഷ്യ, നിനക്ക് ഒരു വർഷക്കാലം ജീവിക്കുവാനുള്ള അവസരം നിൻ്റെ സൃഷ്ടാവായ ദൈവം നിനക്ക് നൽകി. ഈ ഒരു വർഷക്കാലത്തിൽ നിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ നിൻ്റെ ജീവിതത്തിൽ നീ എത്രമാത്രം ദൈവത്തിനോട് അടുക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതേ രീതിയിൽ തന്നെ നീ നിൻ്റെ ഓരോ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും നിൻ്റെ മരണത്തിൻ്റെ തീയതിയിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം നിനക്കുണ്ടായിരിക്കണം. പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മനുഷ്യൻ അതിൻ്റെ തുടക്കത്തോടു കൂടി തന്നെ ദൈവനിഷേധത്തിനും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതിത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പ്രവാചക തിരുമേനി ഒരിക്കൽ ഇപ്രകാരം ഉണർത്തുകയുണ്ടായി. മനുഷ്യരിൽ ഏറ്റവും ഉത്തമന്മാർ ആർ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ദീർഘകാലം ജീവിക്കുവാൻ അവസരം ലഭിച്ചു, അതോടൊപ്പം സുദീർഘമായ കാലഘട്ടത്തിനിടക്ക് ധാരാളമായി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ് ഉത്തമൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. നേരെ വിപരീതമായി വർഷങ്ങളോളം ജീവിക്കുവാൻ അവസരം ലഭിച്ചു, ജീവിച്ചിടത്തോളം തിന്മകളും അതുപോലെ തന്നെ പാതകങ്ങളും ചെയ്തുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ അവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹതഭാഗ്യനായിത്തീരുന്നത്. ഈ വരുന്ന പുതുവർഷത്തെ പുൽകുവാൻ വേണ്ടി, ആഘോഷിക്കുന്നതിന് വേണ്ടി സർവ്വ തിന്മകളും തയ്യാറാക്കി നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അത് ലഭിക്കുന്ന നാട്ടിലേക്ക് പോകാൻ വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം അറിയുക, നമ്മുടെ മരണം എപ്പോഴാണ് നമ്മെ പിടികൂടുന്നത് എന്ന് നാം ഓർക്കുക. ആ ബോധം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് കിട്ടിയ ആയുസ്സിനിടയ്ക്ക്, ജീവിക്കുവാൻ അവസരം ലഭിച്ച സമയത്തിനിടയ്ക്ക് നന്മകൾ ചെയ്യുവാനുള്ള സൗഭാഗ്യം ലഭിച്ച ആളുകളുണ്ട് എങ്കിൽ അവർ കൂടുതൽ ദൈവത്തെ സ്മരിക്കുക, അവന് നന്ദി ചെയ്യുക. അതുപോലെ തന്നെ അതിന് അവസരം ലഭിക്കാത്ത ആളുകൾ കൂടുതലായി നന്മ ചെയ്യുന്നതിന് വേണ്ടി അവസരം ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും അത് ചെയ്യുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ പുതുവർഷത്തിൻ്റെ പുലരിയിൽ നാം ഒരിക്കലും തന്നെ ചെയ്തുകൂടാ. അത് അത്തരത്തിലുള്ളൊരു ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ചതുമല്ല എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. നോൺ മുസ്ലിംസായ ആളുകൾ ചെയ്യുന്നതെല്ലാം തന്നെ അതിൽ പങ്കാളികളാവുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഭൂഷണമല്ല. ചീത്തയായ കാര്യങ്ങളും ചീത്തയായ വാക്കുകളും ചീത്തയായ സാഹചര്യങ്ങളും ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടവരാണ് മുസ്ലിം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പുതുവർഷത്തെ കാത്തിരിക്കുന്ന ആളുകളോട് എനിക്ക് നൽകുവാനുള്ള നിർദ്ദേശം, തൻ്റെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ വരും ദിവസങ്ങളെയും സമയങ്ങളെയും ഉപയോഗപ്പെടുത്തുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും തിന്മകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ അതിൽ നിന്ന് പിഴുതുമാറി നന്മയുടെ വാഹകരാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വാക്കുകൾ കേട്ടവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ.